കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 19 രചന ശാലിനി ഇ. പുതിയ ചിത്രത്തിലെ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് പോവുകയാണ് ബദ്രിയും മഹാദേവനും. ബദ്രിയാണ് കാർ ഓടിക്കുന്നത്. കാറിൽ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് ബദ്രി മഹാദേവനെ. തല സീറ്റിലേക്ക് ചായ്ച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുകയാണ് മഹാദേവൻ. ഉറങ്ങുകയില്ലെന്ന് വ്യക്തം. കടുത്ത ആലോചനയിലാണ്. അമ്മാമേ, എന്തു പറ്റി? ബദ്രിയുടെ ചോദ്യം കേട്ട് അയാൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അയാളുടെ മിഴികൾ കലങ്ങിയിരുന്നു. അമ്മാമയുടെ വിഷമത്തിൻ്റെ കാരണം മനസ്സിലായതുകൊണ്ട് പിന്നീട് അവൻ ഒന്നും ചോദിച്ചില്ല. ബദ്രി, എൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പെട്ടെന്നൊരു ദിവസം അവൾ അനാഥയായതല്ലേ. അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കാർത്തി, അവൻ എന്നോടെന്തെങ്കിലും ചോദിച്ചോ? യാമിനി ആൻറ്റിയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. ആൻറ്റിയുടെ മരണത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിട്ടുണ്ട്. ചാനലുകളിലെല്ലാം വാർത്തയായിരുന്നല്ലോ. അന്നത്തെ ദിവസം എന്നെ അവൻ പലവട്ടം വിളിച്ചതാ. അവനോട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് അമ്മാമേ. എനിക്കെങ്കിലും അവനെ ഒന്ന് അറിയിക്കാമായിരുന്നു. നാളെ ഒരിക്കൽ അവന് കാണണമെന്ന് തോന്നുമ്പോൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഞാനും കൂടി അവൻ്റെ ശത്രുവായി തീരുകയാണല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. അത് പറയുമ്പോൾ ബദ്രിയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചിരുന്നു. യാമിനിയെ മോർച്ചറിയിലേക്ക് മാറ്റിയ ആ രാത്രിയിൽ കാർത്തി അവിടെ വന്നിരുന്നു. പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് മഹാദേവൻ അത് പറഞ്ഞത്. ബദ്രി ഒരു ഞെട്ടലിൽ മഹാദേവനെ നോക്കി. അമ്മാമ്മ കണ്ടോ? ഞാൻ കണ്ടില്ല. പിറ്റേന്ന് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് എന്നോട് ചോദിച്ചു, കാർത്തിക് മകനാണോ എന്ന്. എന്തേന്ന് ഞാൻ ചോദിച്ചപ്പോൾ കാർത്തിക് എന്ന പേരുള്ള മകൻ വന്നിരുന്നു. മോർച്ചറിയിൽ കയറി യാമിനിയുടെ ഡെഡ് ബോഡി കണ്ടു. പിന്നെ ICUയിൽ കയറി അവരുടെ മകളെയും കണ്ടു എന്ന് സൂപ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി. അവനെനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാമിനി മരിച്ചു എന്ന് ഡോക്ടർ എന്നോട് വന്ന് പറയുന്നത്. അതവൻ വ്യക്തമായി കേട്ടിട്ടുണ്ടാകണം. തിരിച്ചു വന്നതിന് ശേഷം അവൻ എന്നോട് പഴയ രീതിയിൽ സംസാരിച്ചിട്ടില്ല. യാമിനിയെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടുമില്ല. സത്യങ്ങളെല്ലാം അവൻ തിരിച്ചറിയുന്ന കാലം അധികം വിദൂരത്തല്ല ബദ്രി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ എനിക്ക് ലഭിക്കാൻ പോവുകയാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അത് തുടയ്ക്കാൻ പോലും അയാൾ ശ്രമിച്ചില്ല. തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്ന് വ്യക്തമായി അമ്മാമ്മയ്ക്ക് അറിയാമെങ്കിൽ അത് എന്നോട് കൂടി ഒന്ന് പറഞ്ഞു തരൂ. ബദ്രി പറഞ്ഞത് കേട്ട് മഹാദേവൻ അല്പനേരം തലകുനിച്ചിരുന്നു. അല്ലെങ്കിലും കഥകൾ ആരെങ്കിലുമൊക്കെ അറിയുന്നത് നല്ലതാ. അത് പറഞ്ഞുകൊണ്ട് അയാൾ സീറ്റിലേക്ക് തല ചായ്ച്ചു കണ്ണുകളടച്ചു കിടന്നു. അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പഠിച്ച സംഗീത കോളേജിൽ തന്നെയാണ് രേണുവിനും അഡ്മിഷൻ കിട്ടിയത്. പഠിച്ചിറങ്ങി 7 വർഷത്തിന് ശേഷം അവൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആ കോളേജിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിൽ പറയാൻ പറ്റാത്ത അത്രയും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. കോളേജിൽ നിന്നും ഫസ്റ്റ് റാങ്ക് വാങ്ങി ഇറങ്ങിയ വിദ്യാർത്ഥി എന്ന നിലയിൽ കോളേജിൻ്റെ തന്നെ അഭിമാനമായിരുന്നു ഞാൻ. അന്ന് ഞാൻ സംഗീത കച്ചേരികൾക്കും ഗാനമേളകൾക്കും പങ്കെടുത്തിരുന്ന കാലമാണ്. അതുമാത്രമായിരുന്നില്ല അന്നത്തെ പ്രത്യേകത. ആദ്യമായി ഒരു സിനിമാ ഗാനം എഴുതി സംഗീതം പകർന്നു എന്നതും അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നതുമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കോളേജ് അങ്കണത്തിൽ എൻ്റെ ഒരു വലിയ ഫ്ലെക്സും വെച്ചിരുന്നു. അഭിമാന നിമിഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ആൺകുട്ടികളും പെൺകുട്ടികളും എന്നെക്കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതിക്കാൻ എനിക്ക് ചുറ്റും നിറഞ്ഞു. ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളിലേക്കായിരുന്നില്ല എൻ്റെ മിഴികൾ പോയത്. മുന്നിൽ നടക്കുന്ന ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വിദൂരതയിലേക്ക് മിഴികൾ പായിച്ചും കൊണ്ട് ഗ്രൗണ്ടിലെ മരത്തണലിൽ ഏകയായി ഇരിക്കുന്നവളിലേക്കായിരുന്നു. അവളിലെ വിടർന്ന മിഴികളിലേക്കായിരുന്നു. പലതവണ ഞാൻ അവളെ ശ്രദ്ധിച്ചു. ഒരിക്കൽ പോലും അവളുടെ മിഴികൾ എന്നിലേക്ക് നീളുന്നത് ഞാൻ കണ്ടില്ല.
സത്യം പറഞ്ഞാൽ അന്നത്തെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഞ്ചി മുമ്പോഴേക്ക് കവിത വിരിയുന്ന വിടർന്ന കണ്ണുകൾ എനിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തോന്നും, പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്നും കൊണ്ട് ആ വിടർന്ന മിഴികളെക്കുറിച്ച് ഞാൻ ഒരു കവിത എഴുതി. കവിതയ്ക്ക് മനോഹരമായ ഈണവും കൊടുത്തു. ദിവസങ്ങൾ കടന്നു പോകവേ വിടർന്ന മിഴികൾ മനസ്സിൻ്റെ കോണിൽ സ്ഥാനം പിടിച്ചെങ്കിലും ഞാനെൻ്റെ കർത്തവ്യവുമായി മുന്നോട്ട് നീങ്ങി. എന്നും പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും രേണുവിൻ്റെ നിർബന്ധം കൊണ്ട് അവളെ ഹോസ്റ്റലിൽ ചേർത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം അവളെ ഇവിടുന്ന് ഡ്രൈവർ പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുക. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വീട്ടിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. ആ ഒരു ദിവസം എനിക്ക് അവൾ ചെവിതല കേൾക്കാൻ സമ്മതിക്കില്ലായിരുന്നു. കോളേജിലെയും ഹോസ്റ്റലിലെയും വിശേഷങ്ങൾ നിറഞ്ഞതായിരിക്കും ആ പകലും രാത്രിയും. എൻ്റെ സഹോദരി എന്ന നിലയിൽ അവൾ അവിടെ അടിച്ചു പൊളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കഥകൾ പറയുമ്പോൾ അതിൽ അവൾ എപ്പോഴും പറയുന്ന പേരാണ് യാമിനി. ഒരു പാവം കുട്ടിയാണ് ഏട്ടാ. അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയില്ല. ഓർഫനേജിലാണ് വളർന്നത്. ആ ഓർഫനേജിൽ +2 കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പാടില്ല. ഓർഫനേജുകാർ ഏതെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വിടുകയോ ചെയ്യണം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന് സ്വന്തമായി താമസ സൗകര്യം കണ്ടെത്തിക്കൊള്ളണം. കാലത്തും വൈകുന്നേരവും അവൾ ഒരു മ്യൂസിക് സെൻറ്ററിൽ സംഗീതം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ശനിയും ഞായറും അടുത്തുള്ള അക്കാദമിയിൽ ഫുൾ ടൈം ആയി ജോലിക്ക് പോകും. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവൾ പഠിക്കുന്നതും ഹോസ്റ്റൽ ഫീ അടയ്ക്കുന്നതും. ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. നമുക്കൊക്കെ ചെറുത് മുതൽക്ക് ഒരു വിഷമവും അറിയാത്തതുകൊണ്ട് യാമിയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ സഹിക്കുന്നില്ല ഏട്ടാ. ജീവിതം പലർക്കും പലതരത്തിലാണ് മോളെ. കഷ്ടപ്പെടുന്നവനെന്നും കഷ്ടപ്പാട് മാത്രമേ ദൈവം കൊടുക്കൂ. ദിവസങ്ങൾ കടന്നു പോകവേ മഹാദേവനെ കാണാൻ ഒരു ദിവസം രേണുകയുടെ സംഗീത കോളേജിൽ നിന്നും അധ്യാപകരെത്തി. കോളേജ് വാർഷികത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനാണ് അവർ വന്നത്. താൻ പഠിച്ചിറങ്ങിയ കോളേജിൽ അങ്ങനെയൊരു അവസരം കിട്ടിയത് അയാൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. എന്നാൽ അവിടേക്ക് പോകാൻ സമ്മതിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. കണ്ണുകളിൽ കവിത വിരിയിക്കുന്നവളെ ഒരിക്കൽ കൂടി കാണണം എന്നുള്ള മോഹം. സുന്ദരനും സുമുഖനും എല്ലാവരാലും അറിയപ്പെടുന്നവനായ മഹാദേവനെ സ്വീകരിക്കാൻ കോളേജും കോളേജിലെ വിദ്യാർത്ഥികളും ഒരുങ്ങി. രേണുകയുടെ ക്ലാസ്സിൽ അന്നത്തെ ദിവസം എല്ലാ പെൺകുട്ടികളും സാരിയായിരുന്നു. പല വർണ്ണങ്ങളിലും പല മോഡലുകളിലും പെൺകുട്ടികൾ തിളങ്ങി നിന്നു. സാധാരണ ദിവസങ്ങളിൽ ക്ലാസ് ആരംഭിക്കുന്നത് 9:30-ക്കാണ്. എന്നാൽ ഉദ്ഘാടന കർമ്മം വെച്ചിരിക്കുന്നത് 9 മണിക്കായതുകൊണ്ട് അന്നേ ദിവസം എല്ലാ കുട്ടികളോടും 8:30-ക്ക് മുന്നേ കോളേജിലെത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു. യാമിനിയുടെ മോർണിംഗ് ക്ലാസ് അവസാനിക്കുന്നത് 8:30-ക്കാണ്. ക്ലാസ്സിൽ നിന്നിറങ്ങി ഹോസ്റ്റലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കോളേജിലെത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങുന്ന ടൈം ആയിട്ടുണ്ടാകും. എന്നും ഓടിക്കിതച്ചാണ് അവൾ ക്ലാസ്സിലെത്തുക. അവളുടെ അവസ്ഥകൾ അറിയുന്ന അധ്യാപകർ അവളെ വഴക്കി പറയാറില്ല. മാത്രമല്ല, സംഗീതത്തിലെ അവളുടെ അറിവ് അപാരമായിരുന്നു. മഹാദേവന് ശേഷം വീണ്ടും കോളേജിൽ ഒരു റാങ്ക് എന്ന സ്വപ്നം തന്നെയായിരുന്നു യാമിനി. അന്നത്തെ ദിവസം യാമിനി 8:30-ക്ക് മുൻപേ കോളേജിലെത്തണമെങ്കിൽ അവളുടെ സംഗീത ക്ലാസ്സിൽ ലീവ് എടുക്കണമായിരുന്നു. ഒരു ദിവസം ലീവ് എടുത്താൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവ് വരും എന്നുള്ളതിനാൽ അവൾ ലീവ് എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ തന്നെ എല്ലാം കൂട്ടിവെച്ചാൽ ഒരു മാസം കടന്നു പോകാൻ പെടാപ്പാട് പെടുകയാണ്. അതിനിടയിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും കുറവ് വന്നാലോ? 9 മണിക്കാണല്ലോ ഉദ്ഘാടനം. അതിനു മുൻപേ എങ്ങനെയെങ്കിലും കോളേജിലെത്താമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. യാമിനി ഹോസ്റ്റലിലെത്തുമ്പോൾ എല്ലാ കുട്ടികളും കോളേജിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. രേണു കാത്തു നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും യാമിനി അതിനനുവദിച്ചില്ല. ഉടുക്കാൻ സാരിയുണ്ടെങ്കിലും അതുടുക്കാനുള്ള ടൈം ഇല്ലാത്തതിനാൽ ഉള്ളതിൽ വെച്ച് നല്ലൊരു ക്രീം കളർ ചുരിദാറാണ് അവൾ എടുത്തിട്ടത്. ഹോസ്റ്റലിൽ നിന്നിറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു കോളേജിലേക്ക്. പെട്ടെന്ന് റോഡിലൂടെ ചീറിപ്പാഞ്ഞു വന്ന ഒരു കാർ തലേന്ന് പെയ്ത മഴയിൽ റോഡിൽ കെട്ടി നിൽക്കുന്ന ചളിവെള്ളം തെറിപ്പിച്ചത് കൊണ്ട് കടന്നുപോയത്. ആ ചളിവെള്ളം മുഴുവൻ അവളുടെ തലയിലും ഡ്രസ്സിലേക്കും ഒഴുകിയിറങ്ങി. ദേഷ്യവും സങ്കടവും നിറഞ്ഞ ഭാവത്തിൽ ചളി നിറഞ്ഞ തൻ്റെ ഡ്രസ്സിലേക്ക് നോക്കി അവൾ അങ്ങനെ നിന്നുപോയി. എന്തു പണിയാണ് മഹി നീ കാണിച്ചത്? ദേ നോക്ക്, ആ ചളി മുഴുവൻ ആ കുട്ടിയുടെ ദേഹത്തായില്ലേ?
സൈഡ് മിററിലൂടെ കണ്ട കാഴ്ച മഹാദേവന് കാണിച്ചു കൊടുത്തുകൊണ്ട് സത്യപ്രതാപൻ ദേഷ്യത്തോട് ചോദിച്ചു. അപ്പോഴാണ് മഹാദേവനും അങ്ങോട്ട് നീക്കുന്നത്. അയാൾ വേഗം കാർ റിവേഴ്സ് എടുത്ത് അവൾക്കരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് അവൻ ആ മുഖം ശ്രദ്ധിക്കുന്നത്. കവിത തുളുമ്പുന്ന ആ വിടർന്ന കണ്ണുകളാണ് അയാളിൽ ആദ്യം പതിഞ്ഞത്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ മഹാദേവൻ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ ഡോർ തുറന്ന് അവൾക്കരികിലേക്ക് ചെന്നു. സോറി, എൻ്റെ കയ്യിൽ നിന്ന് വന്നു, തെറ്റാണ്, ക്ഷമിക്കാം. അവൾ അവനെ രൂക്ഷമായി നോക്കി. ഞാനെന്ന സെലിബ്രിറ്റിയെ ഒട്ടും പരിചയമില്ലാത്ത കണ്ണുകളോടെ നോക്കുന്നവളെ കണ്ട് അവനും ആശ്ചര്യം തോന്നി. നിങ്ങൾ വലിയവർക്ക് എന്തും തെറ്റ് ചെയ്യാമല്ലോ. മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് ആ തെറ്റിനും ശരിയുടെ പരിവേഷമായിരിക്കും. എന്നെപ്പോലെയുള്ളവരുടെ വേദനയൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കൊന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി ഊണുമേശയിൽ കൊണ്ടുവന്ന് വെച്ച വിഭവങ്ങളെടുത്ത് കഴിച്ച് ജോലിക്കാർ ഇസ്തിരിയിട്ട മടക്കി വെച്ച് ഡ്രസ്സും ഇട്ട് ഞെളിഞ്ഞു നടക്കുന്നവർക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ വേദന മനസ്സിലാവില്ല. അതും പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടന്നുപോയി. മനസ്സിൽ വല്ലാത്ത വേദന തോന്നി മഹാദേവന്. കണ്ട നാൾ മുതൽ ഈ നിമിഷം വരെ ഉള്ളിൽ നിറഞ്ഞു നിന്ന വിടർന്ന കണ്ണുകളിൽ തന്നോടുള്ള ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അയാളുടെ ഉള്ളം വിങ്ങി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.